ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ നേരത്തെ വളരെ ആർഭാടായിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി. എന്നാലും അത് കഴിച്ചത് ഉച്ചയാവാനായപ്പോഴാണ്. ഇന്ന് വയറിന് തീരെ ഒരു അനുസരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാനുള്ള മൂഡും ഉണ്ടായിരുന്നില്ല. മൂഡൊക്കെ വന്നതിന് ശേഷം ഉച്ചയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തത്. ഫുഡ് കുറച്ച് അകത്ത് ചെന്നിട്ടാവണം കുറച്ചൊരു ഉഷാറ് വന്നപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്തു നോക്കി. സംഗതി കൊളായി എന്ന് വെച്ചാലും എന്തോ ഒരു ക്യൂട്ട്നെസ് തോന്നിയതുകൊണ്ട് ഫ്രണ്ട്സിനും കൂടി അത് ഷെയർ ചെയ്തു. വളരെ കാര്യമായിട്ട് ഞാൻ ഈ ഭാവാഭിനയം നടത്തുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട്സിന് അയച്ച വീഡിയോ ആണ്. ആ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യണമെന്നും അത് എങ്ങനെയുണ്ടെന്നും എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ലൈഫിൽ വളരെ ചുരുക്കം ചില ആൾക്കാരുടെ അടുത്ത് എപ്പോഴും അഭിപ്രായം ചോദിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതായത് അത്രയും ക്ലോസർ സർക്കിളിലുള്ള ആൾക്കാരോട് മാത്രം. അവരെന്നോട് നോയോ ഇത് നന്നായില്ലെന്ന് പറഞ്ഞ് ആക്ഷേപിക്കോ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഒരു 19 ഡിഗ്രി പോലും എനിക്ക് അത്ര സഹനീയമല്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്വെറ്ററൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് റൂമിലിരിക്കുന്നത്. ഒഴിവായിരിക്കുന്ന എല്ലാ സമയത്തും കട്ടിലിൽ ഈ കമ്പിളിയും പൊതച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വന്നതിന് ശേഷം ഇതുവരെ വാഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അയ്യേ എന്നൊന്നും പറഞ്ഞൂടാ, കാരണം വേറൊരു പുതപ്പില്ലാത്തതുകൊണ്ട് നമ്മളിത് കഴുകിയാലും അത് ഉണങ്ങുന്നത് വരെ എന്ത് പുതയ്ക്കും എന്നൊരു ആശങ്കയും. പുറത്ത് നല്ല മൂടി കെട്ടിയാണ് നിൽക്കുന്നത്. ചൂട് കഴിക്കാനായിട്ട് കിച്ചണിൽ പോയപ്പോൾ ഉലുവ മറക്കാതെ വെള്ളത്തിൽ. ഡാൻഡ്രഫിനുള്ള ഒരു ഹോം റെമഡി പരീക്ഷിക്കാന്ന് വെച്ചു. ഇവിടെ വന്നതിന് ശേഷം മുടിയൊക്കെ ഒന്നുകൂടെ ഡ്രൈ ആയ പോലെ. പൊതുവെ എസ്തെറ്റിക് ആയിട്ടൊന്നല്ല ഞാൻ ഫുഡ് പകർത്തുന്നു. കഴിക്കുന്നതും ഒരു പക്ഷേ എസ്തെറ്റിക് ആവണം. ഫുഡ് ആസ്വദിക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ. അതുകൊണ്ട് തന്നെ എന്റെ എക്സ്പ്രഷൻസും എസ്തെറ്റിക് സൈഡോ ഒന്നും ഞാൻ നോക്കാറില്ല. 2 ദിവസം മുന്നത്തെ പരിപ്പ് കറി, ഇന്നലത്തെ കടലക്കറി, നല്ല തേങ്ങാപാൽ ഒഴിച്ച് വറ്റിച്ച പ്രോൺസ് റോസ്, നല്ല ഉണക്കമാങ്ങ അച്ചാറും, ഇത്രയുമാണ് ഇന്നത്തെ മെനു. ഈ ഉണക്കമാങ്ങ അച്ചാറ് ഇപ്പോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഈ അച്ചാർ ഉണ്ടാക്കിയത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അമ്മയാണ്. എന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. സ്വന്തം മക്കളെ പോലെ തന്നെ ഊട്ടുകയും സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കുകയും അവരെ ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല അമ്മമാരാണ് എന്റെ ചുറ്റുപാടുള്ളത്. ഈ അച്ചാറിന്റെ കഷ്ണം ഞാൻ ഇത്രമാത്രം പൊക്കി ഒരു പ്രഹസനം കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം അത് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ഞാൻ എന്റെ ഫുഡൊക്കെ കഴിച്ച് മുഴുവനാക്കിയപ്പോഴത്തേനും പുറത്ത് ആകാശം ഏകദേശം മഴ പെയ്യാനായിട്ട് സെറ്റായിട്ട് നിൽക്കുകയായിരുന്നു. വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തതിനാലും നല്ല ഒരു കോസി ഈവനിങ് എന്നുള്ള സെറ്റപ്പ് ആയതുകൊണ്ടും കുറച്ചു നേരം ഒരു ഫിലിം കാണാന്ന് വിചാരിച്ചു. റൂമിൽ അതിനുള്ള ആംബിയൻസ് കിട്ടാൻ വേണ്ടി ലൈറ്റ് ഒക്കെ കെടുത്തി ഒന്ന് സെറ്റപ്പ്. ഹിന്ദി ഫിലിംസില് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ക്വീൻ എന്ന 2013 ഇറങ്ങിയ ഫിലിം. കങ്കണയാണ് ഇതില് ലീഡ് റോളിലുള്ളത്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയും അവളുടെ കല്യാണത്തിന്റെ തലേന്ന് അവളുടെ ഫിയാൻസെ അവളെ വേണ്ടാന്ന് പറയുകയും വളരെ ഡൗൺ ആയി പോയ അവള് അവളുടെ സ്വപ്ന നഗരമായ പാരീസിലേക്ക് ഒറ്റയ്ക്ക് ഹണിമൂൺ പോവുകയും ചെയ്യുന്നു. പിന്നീട് അവൾക്കുണ്ടായ മാറ്റവും അവളുടെ ഫ്രീഡം അവള് ഫുള്ളസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്നതൊക്കെയാണ് ഫിലിം. എന്റെ ഒരു കാറ്റഗറി ഓഫ് ഫിലിം ഇങ്ങനെയുള്ള ഫിലിംസ് ആണ്. നമ്മളൊരു ഫിലിം കാണുമ്പോൾ ഒന്നുകിൽ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കവറി, ആ ഫീല് കിട്ടണം. ഹോപ്പ് യു ഗൈസ് ആർ എൻജോയിങ് യുവർ ഈവനിങ്. ബൈ.